എല്ലാവർക്കും നമസ്കാരം. 2018 പ്രളയം നമ്മുടെയൊക്കെ തലമുറയിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ദുരന്തമാണ്. ഞാനന്ന് മന്ത്രിയായിരുന്നു. അന്ന് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭയുടെ തൃശ്ശൂർ ജില്ലയിലെ ചുമതലയുണ്ടായിരുന്ന ഒരു മന്ത്രി കൂടിയായിരുന്നു. ആ ദുരന്തത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ പ്രദേശം. പൊതുവെ പുള്ള് എന്ന് പറയുന്ന ഗ്രാമം മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് പോലെ കിടക്കുന്ന, ചുറ്റും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ചിക്കൻ വേണ്ടി വരാറുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു ദുരന്തം 2018 ഉണ്ടായപ്പോൾ ഈ പുള്ള് ഗ്രാമം പൂർണ്ണമായിട്ട്, അന്ന് നൂറുകണക്കിന് ആളുകൾ, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വീട്ടുകാർ മാത്രമല്ല, അവരുടെ കന്നുകാലികളും ആടും പശുവും പോത്തും എരുമയും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് എല്ലാവരും വന്ന് താമസിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ അനുഭവം വന്ന് നമുക്ക് എല്ലാവർക്കും. പുള്ളിലെ ചെറിയ ചർച്ചിലാണ് അന്ന് കുറേ ആളുകൾ അഭയം തേടി പോയി കിടന്ന് ഉറങ്ങിയത്. ഞാൻ സൂചിപ്പിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായി അന്നത്തെ ഗവൺമെൻറ്റും, നേരത്തെ സൂചിപ്പിച്ച പോലെ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാറും അന്നത്തെ MLA ഉൾപ്പെടെ അന്നത്തെ ഗവൺമെൻറ് വളരെ ശക്തമായി ഇടപെടുകയുണ്ടായി. 2 കറുത്ത അധ്യായങ്ങളായിരുന്നു പ്രളയവും, 2 പ്രളയവും അതിനോട് വന്ന കോവിഡും. അപ്പോൾ നമ്മുടെ ഇത്തരം എന്താ പറയുക പ്രതിസന്ധികളിൽ എങ്ങനെ ഒന്നിച്ചു നിൽക്കാന്നുള്ളതിന് വലിയൊരു മാതൃകയാണ് ലോകം നമ്മൾ കാണിച്ചു കൊടുത്തത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മറ്റ് രാഷ്ട്രീയപരവും മതപരമായ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ വലിയൊരു പാഠം കൂടി നമ്മൾ ആ പ്രളയവും കോവിഡൊക്കെ നമ്മളെ പഠിപ്പിച്ചു. ഷാജിദക്കളുടെ ഈ സംരംഭം പടവുകൾ എന്നാണ് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് ഇനിയും മാധ്യമ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ ആദ്യത്തെ പടവാവട്ടെ. ഇത് പടവുകൾ കയറി മുന്നോട്ട് പോകട്ടെ ഞാൻ ആശംസിക്കുന്നു. ഈ പ്രൊജക്ടിന് എല്ലാ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സ്വന്തം ഷാജി ബ്രോയുടെ 3ാമത്തെ ഷോർട്ട് ഫിലിമായ അതിജീവനത്തിന്റെ പടവുകൾ ഈ തിരുവോണ ദിനത്തിൽ 11:30 ഷാജി ബ്രോയുടെ സ്വന്തം ചാനലിൽ റിലീസ് ആവുകയാണ്. ഈ സുദിനത്തിൽ ഞങ്ങളുടെയും ഷാജി ബ്രോയുടെയും പേരിൽ എല്ലാവർക്കും, ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു.